ഇന്ന് നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഒരു ഈസി മുട്ടച്ചോറിന്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. അധികം സമയം എടുക്കൂല. ലെറ്റ്സ് ഗോ. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 മാസം മുന്നേ ഐസ് ട്രേയിൽ വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്ത കറിവേപ്പിലാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഡീഫ്രോസ്റ്റ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് ഡൈസ് ചെയ്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ഇന്നലെ പ്രിപ്പ് ചെയ്ത് വെച്ചാണ്. സവാള ഒന്ന് വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക വറുത്ത് പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലോണം അതിന്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 4 മുട്ട ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ 1 നുള്ളു ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചേക്കണം ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ സാധാ ബസ്മതി റൈസ് ആണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെയുള്ള റൈസ് ഡിഷുകൾക്കൊക്കെ സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ ഒന്നുകൂടെ നല്ലത്. അതാകുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകാണ്ട് വിട്ട് നിന്നോളൂ കേട്ടോ. അങ്ങനെ കയ്യിലുള്ള റൈസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഒന്ന് സ്പൈസി ഒക്കെ ഞാൻ കുറച്ച് സിറാച്ച സോസ് ഒന്ന് ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയുള്ളൂ സംഭവം. അപ്പൊ മുട്ടച്ചോറിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.